ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഹോം മെയ്ഡ് ഫേസ് പാക്കാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവ്, യൂസർ ഫ്രണ്ട്ലി ആൻഡ് എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റും. എവറിഡേ യൂസാണ്. ഫേസ് പാക്ക് മാത്രമല്ല, ബോഡി സ്ക്രബായിട്ടും യൂസ് ചെയ്യാം. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ആക്നെ മാർക്ക്, ബ്ലെമിഷസ്, ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ മാറിക്കിട്ടും. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നവരരിയാണ്. ഞാൻ ഈ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, ബിക്കോസ് ഇവരെല്ലാം വളരെ എഫക്റ്റീവാണ് നമ്മുടെ സ്കിന്നിന്. ഇത് ഉഴുന്ന് നല്ലൊരു ക്ലെൻസറാണ്. പച്ചരി എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള കൊറിയൻ സ്കിൻ കെയറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇവരെ മെഷർമെൻറ്റ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. ഇത് നമ്മളെ ചെറുപയർ പരിപ്പ്. ആദ്യം നിങ്ങൾ കുറച്ച് ഉണ്ടാക്കി നോക്കുക. എഫക്റ്റീവ് ആണെങ്കിൽ കൂടുതൽ ട്രൈ ചെയ്യുക. ഓട്സ് എഫക്റ്റീവാണ് ഫേസിന്. ആൻഡ് നമ്മൾ ഫ്ലാക്സീഡ് റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ് ഫേസിന് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞാലോ, ഇത് ഫേസിന് മാത്രമല്ല ബോഡി സ്ക്രബായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന നവരരി, പച്ചരി, ഉഴുന്ന്, ചെറുപയർ പരിപ്പ് ഇവരെയൊക്കെ നന്നായിട്ട് കഴുകി ഒരു ദിവസം മുഴുവനും കുതിർത്താൻ വെക്കണം. എക്സെപ്റ്റ് ഫോർ ഓട്സ് ആൻഡ് ഫ്ലാക്സീഡ്, അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഈ 4 ഇൻഗ്രീഡിയൻറ്റ് ഇവരെ നന്നായിട്ട് നല്ലോണം 3 to 4 ടൈംസ് വാഷ് ചെയ്തിട്ട് നല്ല വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ 8 hours സോക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഓക്കെ, രാത്രി കുതിർത്തിയിട്ട് രാവിലെ എടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു വൈറ്റ് ക്ലോത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, പാർഷ്യൽ സൺ ഡ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്, വെയിലത്ത് കൊണ്ടുപോയി ഉണക്കുന്നില്ല. പാർഷ്യൽ സൺ ഡ്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഒന്ന് ഫാൻ കാറ്റിൻ്റെ അടിയിൽ ഒന്ന് അതിൻ്റെ ഒരു വെള്ളമയം മാറാൻ വെക്കുക. അതിനുശേഷം വെയിൽ ഒന്ന് പാർഷ്യലായിട്ട് കിട്ടുന്ന സ്ഥലത്തൊന്ന് ഉണക്കാൻ വെക്കുക. അപ്പോൾ ഇത് 3 days എടുക്കും ഉണക്കി എടുക്കാൻ. നല്ല ഉണങ്ങി കിട്ടും. ഉണങ്ങി കിട്ടിയാലേ നമുക്കൊരു സ്മൂത്തായിട്ടുള്ള പൗഡർ കിട്ടുള്ളൂ. അടുത്ത നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓട്സ്, അത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂപ്പൽ പിടിച്ച് പോകും വേഗം നമ്മളെ പൗഡർ. ഇപ്പോൾ ഓട്സ് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും നമുക്ക് നമ്മളെ പൗഡറിന്. ആൻഡ് ഫേസിന് നല്ലൊരു ഹൈഡ്രേഷനും കിട്ടും. അപ്പോൾ ഒരു 2 to 3 minutes നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്ലാക്സീഡും ഇതേപോലെ ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ നമ്മൾ റോസ്റ്റ് ചെയ്ത ഓട്സും ഫ്ലാക്സീഡും അതേ സമയത്ത് നമ്മൾ ഉണക്കി വെച്ച ഈ 4 ഇൻഗ്രീഡിയൻസും ഒക്കെ കൂടി ഒരു മിക്സി ജാറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഉണങ്ങണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഉണങ്ങിയാൽ മാത്രമേ ഇത് സ്മൂത്തായിട്ടുള്ളൊരു പൗഡറായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വേഗം ഇത് ചീത്തയായിപ്പോവും. ഉണങ്ങിയിട്ടില്ലെങ്കിൽ ആ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ വേഗം പൂപ്പൽ പിടിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു 3 days എടുത്തിട്ടെങ്കിലും നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ഈ മഴ സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണങ്ങാൻ എന്തായാലും സമയമെടുക്കും. അപ്പോൾ നമ്മളൊരു പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ആ സമയത്ത് കുറച്ചായിട്ട് ഒരു വീക്ക്ലി ആയിട്ട് ഒരു 1 weekന് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഓപ്ഷണലാണ് കേട്ടോ, എല്ലാവർക്കും സൂട്ടബിൾ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വളരെ എഫക്റ്റീവാണ്. സാൻഡൽവുഡ് പൗഡർ ആൻഡ് ബീട്രൂട്ട് പൗഡറാണ്, അതായത് ചന്ദന പൗഡറും ഉണങ്ങിയ ബീട്രൂട്ട് പൗഡറാണ്. ഉണങ്ങിയ ബീട്രൂട്ട്, അതായത് ബീട്രൂട്ടിനെ നല്ലോണം വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെയിലത്ത് ഉണക്കിയതാണത്. ബീട്രൂട്ട് പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ 5-6 വട്ടം നല്ലോണം അരിപ്പ കൊണ്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്മൂത്ത് പൗഡർ നമുക്ക് കിട്ടും. ഇത് കേട് വരില്ല. ഒരു 1 month ആയാലും ഇത് കേട് വരില്ല, ബിക്കോസ് നമ്മൾ നന്നായിട്ട് ഇത് ഉണക്കിയെടുത്തുകൊണ്ട്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ മെത്തേഡ് സിമ്പിളാണ്. ഒരു ബൗളിൽ കുറച്ചെടുക്കുക. പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു 5 to 10 minutes സോക്ക് ചെയ്യുക. അപ്പം നമുക്കൊരു സ്മൂത്ത് ടെക്സ്ചറായിട്ട് കിട്ടും, ക്രീമി ടെക്സ്ചറായിട്ടാണ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം.
ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മുന്നേ ആദ്യത്തെ വട്ടം നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം. കയ്യിലോ കാലിലോ കുറച്ച് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇറിറ്റേഷനും ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ എല്ലാവർക്കും അത് സൂട്ട് ആവണം എന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇത് ഒരു വട്ടം യൂസ് ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിരിക്കും സ്കിന്ന്. നമുക്കിത് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള. ഇത് സെക്കൻഡ് മെത്തഡാണ്. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കുട്ടികൾക്ക് യൂസ് ചെയ്യാറ്. കഞ്ഞിവെള്ളത്തിൽ, അതായത് തലേത്തെ കഞ്ഞിവെള്ളമാണ്, ഇന്നത്തെയല്ല. തലേത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കും. അതിൽ കുറച്ച് ഈ ഒരു ഫേസ് പാക്കിൻ്റെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചറായിട്ടാണ് കിട്ടുക. പിന്നെ ഞാൻ പറഞ്ഞു ഓപ്ഷണലാണ് സാൻഡൽവുഡ് പൗഡറും ബീറ്റ്റൂട്ട് പൗഡർ. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.